സർവശക്തിയായ നല്ല ദൈവമേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. ഞങ്ങൾ ഒന്നുചേർന്ന് 70 പേർ പ്രത്യാശയുടെ ഈ തീർത്ഥാടനത്തിനായി പുറപ്പെടുമ്പോൾ കൈവെള്ളയിൽ കണ്ണിലൊടിയുന്നതുപോലെ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കും എന്ന് കുറച്ച് വിശ്വസിച്ച് നന്ദി പറയുന്നു. വിജയാനുഗ്രഹമേ മനുജകുലത്തിൻ പാലകരെ വിനയമുടങ്ങയെ വാഴ്ത്തുന്നു. കൃപയും ശാന്തിയുമേകണമേ, പാപപ്പൊറുതിയുമരുളണമേ. കനിവിൻ കൈ നമ്മുടെ 2 സാരഥികൾ പാട്ടുപാടാൻ തയ്യാറായിട്ടുണ്ട്. ശക്തി
അതിസങ്കേതം ഉന്നത മരത്തിന് ചോട്ടിലെത്തി പുള്ളി അറിയാതെ കഷ്ടപ്പെട്ട് ആ മരത്തിന് മണ്ടയ്ക്ക് കയറി മണ്ടയ്ക്ക് കയറിയപ്പോൾ പുലിയൊട്ട് വിടുന്നുണ്ടോ പുറകെ തന്നെ കയറി പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് ഇദ്ദേഹത്തെ ചാടിയാൽ കാലും കൈ ഓടി അല്ലേ, കാലും കൈ ഓടി. അപ്പൊ ചാടാൻ പറ്റത്തില്ല. അപ്പൊ എന്തേലും ഒരു കയറോ എന്തേലും വേണം അല്ലേ. പുലിയുടെ വാലല്ല കിട്ടിയത്. പുള്ളി എന്നെ ചെയ്തെന്നറിയാവോ, പുള്ളി താഴേക്ക് ഒന്ന് മൂത്രം ഒഴിച്ച് അതിനെ ഫ്രീസ് ചെയ്തു. ആ ഫ്രീസ് ചെയ്ത സാധനത്തിൽ കൂടെ താഴോട്ട് ഇറങ്ങി പുള്ളി ഓടി രക്ഷപ്പെട്ട് പുലി നാണം കെട്ട് അവിടെ മരത്തിൽ ഇരുന്നു എന്നാണ്. എന്റെ അല്ല ഞങ്ങള് പോയ ഒരു ടൂറിന് പോയ ഒരു സാറ് പറഞ്ഞ കഥയാണ്. അപ്പൊ കാണാണു കരളിക്കുന്ന കൊടും കാണാണ് കൊടും കാണാണ് നേരം ഞാനൊരു സംഗീതധാരയായി പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു കരിയിലാന്തടത്തിൽ ആഗ്രസ് ഉത്തരത്തിൽ ചത്തിരിക്കും. അപ്പൊ ചോദ്യം തന്നെ ചത്തുപോയി. എനിക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും അവസരം തരും. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടാൻ പോകുന്നു. മനമേ പക്ഷിഗണങ്ങളുണർന്നിത പാടുന്നു ഗീതങ്ങൾ മനമേനയുണർന്നേറ്റ ശുഭരനെ പാടി സ്തുതിക്കാം. മനമേ പക്ഷിഗണങ്ങളുണർന്നിത പാടുന്നു ഗീതങ്ങൾ മനമേ നീയുണർന്നീട്ട ശുഭരനെ പാടി സ്തുതിക്കാം. മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നിനച്ചാൽ നിനക്കുഷസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ പരനേശുധനദിരാവിലെ തനിയെ ഒരു വനത്തിൽ പരിചോടുണർന്നെഴുന്നു പ്രാർത്ഥിച്ചതു നീ ചിന്തിച്ചിടുക. ഒരു വാസരമുച്ചസായപ്പോൾ പിലാത്തോസിന്റെ അരികെ നെയ്യപ്പം അടുത്ത വീണ്ടും നെയ്യപ്പം വരുന്നുണ്ട്. അടുത്ത ഞാൻ എല്ലാവർക്കും എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. അച്ഛനെ കാണാം. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ടൂർ പ്രോഗ്രാമിന് നമ്മൾ ചാമര കുര്യക്കോസ് സീനസിന്റെ ഭവനത്തിലേക്ക് ഒരു ബോട്ട് നടത്തിയിരുന്നു. അതിൽ വന്നവരെന്ന് കൈവം വരണോ എല്ലാവരും തന്നെ വന്നവരാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഞാനൊരു നമ്മുടെ പേര് പറയാൻ ഈ വണ്ടിയിലിരുന്ന് മടിക്കുന്ന ദാസ്പ്ര സാറ് പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഭർത്താവിനോട് കൂടുതൽ ഇഷ്ടമില്ല, ഭാര്യയോടാണ് കൂടുതൽ ഇഷ്ടം. ഭർത്താവിനോടാണോ? സ്നേഹമുള്ള ഭർത്താവ് ശരി, പെട്ടെന്ന് വീട്ടിൽ ഗ്യാസ് നിന്നുപോയി. ഭർത്താവിന്റെ ഗതി എന്തായിരിക്കും? അധോഗതി. അന്ന് കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ കഞ്ഞി വെക്കത്തില്ല. ശരി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കൈവിട്ട് പോവാ. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ചോദ്യമായിട്ടില്ല. അപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒട്ടും കൂടുതൽ ഇഷ്ടമില്ല. ഒരുപോലെ, രണ്ടുപേർക്കും ഒരുപോലെ. ആരളക്കുന്നു? ഭാര്യ അളക്കോ ഭർത്താവ് അളക്കോ? രണ്ടുപേരും അളക്കും. അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ പേരും.
ശരി, ഭർത്താവിനോട് ആണ് ഇഷ്ടമെന്നാണ് ഇപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വന്നവര് പങ്കെടുക്കരുത്, ദയവായി ശ്രദ്ധിക്കണം. അച്ഛനെ പങ്കെടുക്കുന്ന പ്രശ്നമേ. അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും തുല്യ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് കാണിക്കുന്നവർക്ക് സമ്മാനം ഞാൻ തരും. ഭാര്യയുടെ ഫോട്ടോ, ഭർത്താവിന്റെ ഫോട്ടോ ഭാര്യ എടുത്ത് കാണിക്കുക. പേഴ്സിന്റെ ആദ്യം എടുത്ത് കാണിക്കുന്നവർ. മൊബൈലിനകത്ത് ഒത്തിരി കാണും, ഷാരൂഖ് ഖാൻ കാണും, മോഹൻലാൽ കാണും. കണ്ടോ സാറേ, സമ്മാനം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ആദ്യം എടുത്ത് കാണിക്കുന്ന ഭർത്താവിനോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഭർത്താവിന്റെ ഫോട്ടോ വെക്കണത്, ഭാര്യയുടെ ഫോട്ടോ അല്ല, ഭർത്താവിന്റെ ഫോട്ടോ. ഭർത്താവിന്റെ ഫോട്ടോ. ശരി, അപ്പൊ ഭർത്താവിന്റെ ഫോട്ടോ സൂക്ഷിച്ച ഒരാളൊരു സമ്മാനം നേടിയിരിക്കാം. ലൂസിയാൻറ്റി, ലൂസിയാൻറ്റി, ലൂസിയാൻറ്റി ഇത് കാണിച്ചേ, എല്ലാവരും ഇത് കാണിച്ചേ. ലൂസിയാൻറ്റി, ലൂസിയാന്റെ മുഖം എല്ലാവരും ഐഡി കൊടുത്തേ. ഭർത്താവിന്റെ ഫോട്ടോ, ഭർത്താവിന്റെ ഫോട്ടോ. ഇനി ഭർത്താവിനെ പറ്റി വന്നിട്ട് ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. സമ്മാനം കൊടുത്തിട്ട് മതി ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞ്. ആദ്യമേ സമ്മാനം കൊടുക്കാം, അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കാം. സമ്മാനദാനം കലാപരിപാടി എല്ലാം കഴിഞ്ഞിട്ടാ കൂടി ആദ്യം സമ്മാനം കൊടുക്കത്തില്ല. ഒന്ന് എഴുതിയിട്ട് രണ്ട് എഴുതാൻ പറ്റുള്ളൂ, രണ്ട് എഴുതിയിട്ട് ഒന്നും എഴുതിയില്ല. അപ്പം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഭർത്താവിനോട് സ്നേഹമൊക്കെ നമുക്ക് കാണിച്ചു തരാം. അടുത്ത ഒരു അടുത്തത് ഇതേമാതിരി തന്നെ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിൽ വന്നൊരു പങ്കെടുക്കരുത്. ഇതേമാതിരി തന്നെ ഭാര്യയുടെ ഫോട്ടോ ഭർത്താവിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സരസുതനും രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അധികാരമായ പീഡാസഹനങ്ങളെ പ്രതി, ഈശോയുടെ അതിദാരുണമായ 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 പീഡാസഹനങ്ങളെ പ്രതി, പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സരസുതനും രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും
പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ 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 പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെ വത്സര സ്വതന്ത്രം രക്ഷനാഥനുമായി ശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകമൊക്കെയുടെ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ ഇപ്രകാരമുള്ള ഒരു തീർത്ഥാടനത്തിന് നമ്മെ പ്രേരിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് കൈമാറുന്ന നമ്മുടെ പൂർവികരെ നമുക്ക് ആദരവോടെ നന്ദിയോടുകൂടെ അനുസ്മരിക്കും. ഈ പരിശുദ്ധ ബലി ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ഇതൊരു ഓർമ്മയാണ്. ക്രിസ്തു നമുക്കായി ആഹ്വാനം ചെയ്ത് കൽപ്പിച്ചെടുത്ത് നൽകിയ ഓർമ്മയുടെ ആചരണം. ഈ ഓർമ്മയെ ആചരിക്കുന്നതിലൂടെ ക്രിസ്തു സന്നിഹിതനാകുകയും അവിടുന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്ന ഒരു അനുഭവം നമ്മൾ ആർജിക്കുകയും അതിനായി ക്ഷണിക്കപ്പെട്ടതാണ് നമ്മൾ. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനത്തിൻ്റെ മുൻ ആസ്വാദനമാണ് ഇന്നേ ദിവസം നമ്മൾ അർപ്പിക്കുന്ന ഈ തീർത്ഥാടനം. പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് പങ്കാളികളായി നമ്മൾ ഈ ദിവസം പുണ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിർണായകമാണ് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലൂടെ വലിയ ശക്തിയും ചൈതന്യവും അനുഭവിക്കാനിടയാവട്ടെ. എല്ലാ വിചാരവികാരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധത്തിൽ നമുക്ക് കാഴ്ചപ്പെടാം. കർത്താവിന്റെ കൽപ്പന പോലും തിരുനാമത്തിൽ ചേർന്നിരുന്ന ഒരുമയോടെ ബലിയർപ്പിക്കാം. സ്നേഹമൊഴിയാകം തിരുമുമ്പാകെ അണച്ചിടാം. മനുഷ്യർക്ക് സമാധാനവും
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനു സ്തുതി. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, വിശുദ്ധ പ്രാർത്ഥനയാമേ, ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനമായി നൽകിയ അങ്ങയുടെ അടുത്ത കാരണത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്ന അമ്മയും ചലിക്കുന്ന സക്രാരിയുമായി അമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളുടെ ബുദ്ധിയും അങ്ങയുടെ കാരുണ്യത്തിന്റെ പ്രബലതയും ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുവല്ലോ. ജീവിതകാലത്ത് മനുഷ്യന്റെ കണ്ണീരൊപ്പി ആശ്വാസം പകർന്ന പ്രാർത്ഥനയാമേ, അങ്ങയുടെ പകരാനിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടെ വിശുദ്ധ പ്രാർത്ഥനയാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മരിച്ചാലും മറക്കാത്ത ദേവദാസ്യമേ, വാക്കുപാലിച്ചവൾ വചനാധികരേ. മരിച്ചാലും മറക്കാത്ത ദേവദാസ്യമേ, വാക്കുപാലിച്ചവൾ വചനാധികരേ. മോഷണനാളം അരികേയിരിക്കെ ഞങ്ങൾക്കായൊരു വാക്കുമൊഴിയേണമേ. മോഷണനാളം അരികേയിരിക്കെ ഞങ്ങൾക്കൊരു വാക്കുമൊഴിയേണമേ. യുവദാസ്യാമേ, കർമ്മലപുത്രീ, മുറ്റത്തെ മണമുള്ള മുല്ലപ്പൂവേ, പാടിലൊളി ചിഹ്നം താരകമായി ആശ്രിത. ഫസ്റ്റ് ബാച്ചിൽ ഇവിടെ കൊണ്ടുവന്ന് അന്ന് ഇവിടെ നിൽക്കുകയും ചെയ്തത്. അങ്ങനെ കൊടുത്തോളൂ. ആ മണ്ണാണിത്, നമ്മുടെ പണ്ടത്തെ മണ്ണാണ്. അമ്പലക്കാട് സിസ്റ്റേഴ്സിന് നല്ല വ്യാസമുറി എന്നൊക്കെ പറയില്ലേ മടലിൽ, ആ മുറിയാണിത്. അപ്പം മടലിൻ്റെ ബാക്കിൽ ഇവിടെ തന്നെ ആ സൈഡിൽ ഷിഫ്റ്റ് ചെയ്ത് മ്യൂസിയമായിട്ട് മാറിയത്. ദേവസ്മയുടെ കുടുംബക്കാരിലെ ഒക്കെ ഉള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പോയി ഇവിടെ ഒരു വലിയ ഇപ്പോഴുണ്ടോ 4ാം തലപ്പ് എത്തുന്നത് സജീവമാണ്. സിസ്റ്റേഴ്സ് രണ്ടുപേരും ഉണ്ട്. ഇരുപത്തിൻ്റെ തലവാട്ട് എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയി. ഇവിടെ വല്ലതുണ്ട് 25ൻ്റെ ആത്മീയ പിതാവ് തൃശ്ശൂരിന്റെ ആദ്യത്തെ ബിഷപ്പ്, ആദ്യത്തെ അല്ല വഴക്കുവല്ല ശേഷം വന്ന ബിഷപ്പ് ഈ പിതാവാണ്. ഈ പിതാവിനാണ് പ്രസമ കത്തുകളൊക്കെ എഴുതിയിരിക്കുന്നത്. 20 വർഷം അമ്മയുടെ വാഗമണില്ലേ ഇവിടെ കാലയിലെ വാഗമണ് തോമസ് അറിയാം. അച്ഛൻ ഏപ്രാസമ്മയുടെ ഇതൊരു ഭക്തനാണ്. മാത്രമല്ല സന്തോഷം. ഒരു പാലയക്കോട്ടെ പറഞ്ഞിട്ട്
നമ്മുടെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ ഈ യാത്രയുടെ എല്ലാമായ ഒരാളുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ പ്രിയങ്കരനായ CA ജോർജിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും കൈയടിച്ചത് ഹാപ്പി ബർത്ത്ഡേ. സൈലന്റ് ആയിരിക്കണേ. ഈ വന്ന വഴിക്കിടെ ചിട്ടപ്പെടുത്തിയ ഒരു ആശംസ ഗാനമാണ്. നേരത്തെ എഴുതിയിരുന്നു, ഞാനത് മോഡിഫൈ ചെയ്തതാണ്. ആശംസ നേർന്നിടാം പാടിടാം ഗീതങ്ങൾ ശിവയുടെ